നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. കുറുവാ ഭീതി. കുണ്ടന്നൂർ പാലത്തിനടിയിലെ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കുന്നു. നടപടി ആരോഗ്യ വിഭാഗത്തിന്റേത്. കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കും. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവുക. വൈകിട്ട് 4 മണിയോടെ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങുമെന്നാണ് വിവരം. കുറുവാ സംഘാംഗം സന്തോഷ് ശെൽവത്തെ ഇവിടെ നിന്നും പിടികൂടിയ സാഹചര്യത്തിലാണ് അധികൃതരുടെ നടപടി. LDF-ന്റെയും BJP-യുടെയും അണികൾ അസംതൃപ്തരാണ്. അവരെല്ലാം UDF-ന് വോട്ട് ചെയ്യും. കെ സുധാകരൻ. സന്ദീപ് വാര്യരെ അവമതിച്ച് CPIM പത്രപരസ്യം വരെ നടത്തിയത് അവരുടെ ഗതികേടുകൊണ്ടെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. അന്തം വിട്ടവൻ എന്തും ചെയ്യുന്ന ദയനീയാവസ്ഥയിലാണ് പാർട്ടി. പരാജയഭീതി പാർട്ടിയെ തുറിച്ചു നോക്കുന്ന അവസ്ഥയിലാണ് CPIM. പാർട്ടി എന്തുമാത്രം പ്രതിരോധത്തിലാണെന്ന് പരസ്യം സൂചിപ്പിക്കുന്നു. എല്ലാ മര്യാദകളും മാന്യതയും ലംഘിച്ചുകൊണ്ട് CPIM പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. കുക്കി സംഘടനകൾക്കെതിരെ കർശന നടപടിയെടുക്കണം. പ്രമേയം പാസാക്കി മണിപ്പൂർ NDA. കുക്കി സംഘടനകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പുമായി മണിപ്പൂർ സർക്കാർ. പ്രത്യേക സൈനിക അവകാശം പിൻവലിക്കണമെന്നും മണിപ്പൂർ NDA പാസാക്കിയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. കുക്കി സംഘടനയ്ക്കെതിരെ 7 ദിവസത്തിനകം അടിയന്തര നടപടി വേണമെന്നും നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കണം തുടങ്ങിയ 8 ഇന ആവശ്യങ്ങളടങ്ങിയ പ്രമേയം മണിപ്പൂർ NDA പാസാക്കി. സമയപരിധിക്കുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുമായി കൂടിയാലോചിച്ച് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. അമ്പലപ്പുഴയിലെ അരും കൊല. വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ കരൂരിൽ കൊന്നുകുഴിച്ചു മൂടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ജയചന്ദ്രന്റെ വീടിന് പിന്നിലുള്ള പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലം ചെറിയ തോതിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു. മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം ഇയാൾ ഈ പ്രദേശം നിരീക്ഷിച്ചിരുന്നു. അവിടെ നായ്ക്കൾ മാതുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇയാൾ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇടുകയായിരുന്നു. കുഴിച്ചുമൂടിയത് മനു എന്ന ആളുടെ പറമ്പിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച മനു പുതിയ വീട് വയ്ക്കുവാൻ ഇവിടെ തറക്കല്ലിട്ടിരുന്നു. ജയചന്ദ്രന്റെ വീടിന് പിന്നിലാണ് പറമ്പ്. 5 സെന്റ് വസ്തുവിൽ മതിലിനോട് ചേർന്ന സ്ഥലത്താണ് കുഴിച്ചുമൂടിയത്. മൃതദേഹം വിജയലക്ഷ്മിയുടേതെന്ന് സ്ഥിരീകരിക്കുവാൻ DNA പരിശോധന നടത്തും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാനുള്ള നാടകമാണ് വയനാട് ഹർത്താൽ. വി മുരളീധരൻ. വയനാട് ദുരന്ത ബാധിതർക്കുള്ള കേന്ദ്രത്തിന്റെ അധിക ധനസഹായത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അധിക ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാം എന്ന പ്രതീക്ഷയിലുള്ള ഹർത്താൽ നാടകമാണ് വയനാട്ടിൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം.
കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വന്ദേ ഭാരത് ട്രെയിനിനു നേരെ കല്ലേറ്, റെയിൽപാളത്തിൽ കല്ല്. 2 സംഭവങ്ങളിലുമായി 17-കാരനടക്കം 2 പേർ അറസ്റ്റിൽ. കാസർഗോഡ് കളനാട് റെയിൽപാളത്തിൽ കല്ലുവച്ച സംഭവത്തിലും വന്ദേ ഭാരത് ട്രെയിനിന് കല്ലെറിഞ്ഞ സംഭവത്തിലും പ്രതികൾ അറസ്റ്റിൽ. RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് 17 വയസ്സുകാരനടക്കം 2 പേർ പിടിയിലായത്. ഇന്ന് പുലർച്ചെയാണ് കളനാട് റെയിൽവേ പാളത്തിൽ ചെറിയ കല്ലുകൾ വച്ചത്. അമൃതസർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ ഈ കല്ലുകൾ പൊടിഞ്ഞ നിലയിലായിരുന്നു. 2 ട്രാക്കിലും കല്ലുകൾ വച്ചിരുന്നു. സംഭവത്തിൽ 21 വയസ്സുകാരനായ പത്തനംതിട്ട വയല സ്വദേശി അഖിൽ ജോൺ മാത്യുവാണ് അറസ്റ്റിലായത്. ഇയാൾ ജോലി അന്വേഷിച്ചാണ് കാസർഗോഡ് എത്തിയതെന്ന് RPF ഇൻസ്പെക്ടർ M. അലി അക്ബർ പറഞ്ഞു. വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ സംഭവത്തിലാണ് 17 വയസ്സുകാരൻ പിടിയിലായത്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് ബേക്കൽ പൂച്ചക്കാട് വച്ച് കല്ലേറുണ്ടായത്. ഇതിൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ചില്ല് പൊട്ടിയിരുന്നു. ട്രെയിനിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. സ്വർണ്ണക്കടത്ത് കേസ് ഇഡിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണ കേരളത്തിൽ നിന്നും മാറ്റണമെന്ന ഹർജിയിൽ ഇഡി വാദത്തിന് തയ്യാറാകാത്തതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ എറണാകുളം PMLA കോടതിയിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ ഹർജിയിൽ നിരന്തരം വിമർശനം ഉന്നയിക്കുകയാണ് സുപ്രീംകോടതി. വാദം കേൾക്കുന്നത് മാറ്റണമെന്ന ഇഡിയുടെ തുടർച്ചയായുള്ള ആവശ്യമാണ് സുപ്രീംകോടതിയെ പ്രകോപിപ്പിച്ചത്. ഹർജിക്കാരന് കേസിൽ താൽപര്യമില്ലെന്നായിരുന്നു കോടതിയുടെ വിമർശനം. പാലക്കാട്ടെ LDFന്റെ പത്രപരസ്യം MCMC സെല്ലിന്റെ അനുമതിയില്ലാതെയാണ് പരസ്യം നൽകിയതെന്ന് കണ്ടെത്തൽ. ഇന്ന് പാലക്കാട്ടെ സുപ്രഭാതം സിറാജ് പത്രത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ LDF നൽകിയ പരസ്യത്തിന് അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് കണ്ടെത്തൽ. MCMC സെല്ലിന്റെ അനുമതിയില്ലാതെയാണ് പരസ്യം നൽകിയത്. തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കണ്ടെത്തലിലൂടെ വ്യക്തമാക്കുന്നത്. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ 5 കോടി രൂപയുമായി പിടിയിൽ. വിരാറിലെ ഹോട്ടലിൽ നാടകീയ രംഗങ്ങൾ. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ കുരുക്കിൽ. 5 കോടി രൂപയുമായി വിനോദ് താവ്ഡെയെ പിടികൂടി. ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരാണ് BJP ദേശീയ ജനറൽ സെക്രട്ടറിയെ പണവുമായി കൈയോടെ പിടികൂടിയത്. വിരാറിലെ ഹോട്ടലിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബഹുജൻ വികാസ് അഘാഡി BJP പ്രവർത്തകർ ഹോട്ടലിൽ ഏറ്റുമുട്ടി. പണം നൽകാനുള്ളവരുടെ പേരടങ്ങുന്ന ഡയറിയും കണ്ടെത്തിയെന്ന് ആരോപണം. 2 ഡയറികൾ കണ്ടെടുത്തതായി BVA നേതാവ് ഹിതേന്ദ്ര താക്കൂർ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.